ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് രണ്ട് വ്യത്യസ്ത കേക്കുകളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. രണ്ട് ടേസ്റ്റാണ്, രണ്ട് രീതിയിലുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അത് നല്ല ടേസ്റ്റായിട്ടുള്ള രണ്ട് കേക്കുകളുമാണ്. അപ്പോൾ ഇത് ഒരുമിച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒന്ന് 1 കിലോ, രണ്ടും 1 കിലോയുടെ ആയിരുന്നു. ഒരെണ്ണം ചോക്കോ ബട്ടർ സ്കോച്ചും പിന്നെ കാരമൽ ടോഫിയും. ഇത് നമ്മുടെ കാരമൽ ടോഫി. അപ്പോൾ നമ്മൾ വിചാരിക്കും ടോഫിയുടെ ആ ഒരു മിഠായിയുടെ ആ ഒരു ടേസ്റ്റല്ലേ, എന്താണ് അതിനകത്ത് പ്രത്യേകത ഉണ്ടാകുന്നത്. പക്ഷേ അല്ല, അതിനകത്ത് കാരമലും ടോഫിയൊക്കെ വരുമ്പോഴേക്കും അത് മിക്സായിട്ട് വരുമ്പോൾ അത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതേപോലെയുള്ള ടോഫിയുടെ ആ ഒരു സോസ് പോലെയുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സാധാരണ എല്ലാവരും വീട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ, നമ്മൾ ഒരു കേക്ക് ചെയ്യാൻ വരുമ്പോൾ ആ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് നമ്മളിങ്ങനെ കുക്കറിൽ വെച്ചിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ അതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ആ ഒരു ടോഫി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഇതുപോലെയുള്ള ടോഫി എക്ലെയറുടെ, ഇപ്പം ഞാനിപ്പോൾ എക്ലെയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള കളറിൽ നമുക്കത് കിട്ടുന്നുണ്ട്. പാക്കിംഗ് കവർ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഉള്ളിലുള്ള ആ ഒരു എക്ലെയറിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ആ ഒരു കുറച്ചധികം ഞാൻ വാങ്ങിയിട്ട് ഇതേപോലെ ചൂട് ആ ഒരു ക്രീമിലേക്ക് നമ്മളത് ഇട്ട് കൊടുത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓവനിൽ ഒന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ്, 1 മിനിറ്റൊക്കെ മതിയാവും, പെട്ടെന്ന് തന്നെ ആവും ആ ഒരു ചൂടിൽ. അപ്പോൾ നമുക്കത് മെൽറ്റാക്കി നമുക്കിതുപോലെ എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഞാനിതിപ്പോൾ സാധാരണ എക്ലെയർ വാങ്ങിയിട്ടാണ് നമുക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മളിതുപോലെ തന്നെ കാരമൽ നമ്മളെങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ കാരമൽ ചെയ്തെടുത്തിട്ട് അതിലേക്ക് നല്ല തിക്കായിട്ട് കാരമൽ വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഇതേപോലെ ടോഫിയുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഞാൻ കൂടുതലായിട്ടും വിപ്പിംഗ് ക്രീമിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്, ഏത് കാരമൽ. ഇപ്പോൾ ഞാൻ പക്ഷേ ഈ കാരമൽ ടോഫിയിനകത്ത് നമ്മൾ വിപ്പിംഗ് ക്രീമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഫ്രഷ് ക്രീമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ചധികം മധുരം ഇതിനകത്ത് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്രഷ് ക്രീം നമുക്കിതിനകത്ത് ബാലൻസ് ചെയ്ത് പോകും. അതായത് ടോഫിയുടെയും കാരമലിൻ്റെയും നല്ലൊരു കട്ടിയായിട്ടുള്ള നമുക്ക് ആ ഒരു മധുരം മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയും ചെയ്യണം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതി, കാരണം അതിനകത്ത് ബട്ടർ നമ്മൾ അൺസോൾട്ടഡാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട്. എന്നിട്ട് നമ്മൾ നല്ല തിക്കായിട്ട് നമ്മൾ നല്ല തിളച്ചൊക്കെ നല്ല തിക്കായിട്ട് വരുമ്പോഴേക്കും, പതഞ്ഞൊക്കെ വരുമ്പോഴേക്കും അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു പാനിൽ നിന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് അപ്പോൾ തന്നെ മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ അതിനകത്ത് തിക്കായിട്ട് നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ആ പാനിൽ തന്നെ നമ്മളിപ്പോൾ 2 കേക്കാണ് ചെയ്യുന്നത്. ഒരെണ്ണം ചോക്കോ ബട്ടർ സ്കോച്ചും പിന്നെ കാരമൽ ടോഫിയുടെ. അപ്പോൾ കാരമൽ ടോഫിയുടെ ആ ഒരു സിറപ്പ് നമുക്ക് ഒരു 3 കാര്യത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ്. അത് നമ്മൾ ആദ്യം തന്നെ ചെയ്തു വെച്ചു. പിന്നെ വേണ്ടത് കാരമൽ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരമൽ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു പ്രളയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് സാധാ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതിനകത്ത് അത്രേ ആവശ്യമുണ്ടാവുള്ളൂ. നമ്മളതിനകത്ത് പൊടിച്ച് നമ്മൾ ചേർത്ത്. പക്ഷേ മറ്റേതിനകത്തെന്ന് പറഞ്ഞാൽ ആ ഒരു ടോഫിയുടെ ആ ഒരു സിറപ്പാണ് അതിനകത്ത് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വരുന്നത് ആ ഒരു ടോഫിയുടെ ആ ഒരു കാരമൽ സിറപ്പ് തന്നെയാണ്. അപ്പോൾ ലെയറിലും പിന്നെ ആ നമ്മൾ സോക്ക് ചെയ്യാനുള്ള സിറപ്പും ക്രീമിലൊക്കെ നമ്മൾ ഈ ഒരു ക്രീമാണ് കാരമൽ ടോഫിയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളുടെ ഇതിനകത്തുള്ള ഫില്ലിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. പിന്നെ ഇതിപ്പോൾ ചോക്കോ ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ചോക്ലേറ്റ് ഒന്ന് ഗനാഷ് ഉണ്ടാക്കി വെക്കുക, ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ നമ്മൾ ചോക്കോ ബട്ടർ സ്കോച്ചിന് നമ്മളുടെ ലെയറിൽ കൊടുക്കാൻ ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ്. പ്രളയം, പിന്നെ ഇതേപോലെ തന്നെ കാരമൽ സോസ്, പിന്നെ വേണ്ടത് ക്രഷ്. അപ്പോൾ ഞാനിത് ബട്ടർ സ്കോച്ചിന് തന്നെ ക്രഷ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കാരമൽ സോസ്, പ്രളയം, പിന്നെ അതേപോലെ തന്നെ എമൽഷ്യൽ, പിന്നെ ഇതുപോലെ ഗനാഷ്. ഇത്രയാണ് ലെയർ. നമ്മൾ ഒരൊറ്റ ലെയറേ നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ വരുന്നുള്ളൂ. പിന്നത്തെ ലെയർ വരുന്നത് ചോക്ലേറ്റിൻ്റെ ആ ഒരു ലെയറാണ് വരുന്നത്. പക്ഷേ
ക്രീം നമ്മൾ ഒന്നിച്ച് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഫൈനൽ കോട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ചോക്ലേറ്റിൻ്റെ ലെയറിൽ മാത്രം കുറച്ച് ചോക്ലേറ്റിൻ്റെ ക്രീം നമ്മൾ ചേർത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു എമൽഷനിൽ ചേർത്തിട്ടുള്ള ക്രീമുകളാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ബട്ടർ സ്കോച്ചിൽ ചെയ്തെടുക്കുന്നത് പോലെ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഒരു കാര്യം കൂടി ചേർത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചില്ല. അത് ഞാൻ ആ ഒരു ലാസ്റ്റ് അതിനകത്ത് ഇടുന്നത് നമുക്ക് കാണിച്ചു തരാം. ഞാൻ അത് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണം എന്നില്ല. നമ്മളത് സാധാരണ ചെയ്യുന്ന കാര്യം സോസ് ഒഴിക്കുന്നു ഫസ്റ്റ്. ഇപ്പോൾ നമുക്ക് പുറത്ത് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, കാരണം നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ സോസ് ഒഴിച്ചിട്ട് അതിന് ശേഷം പിന്നെ ക്രഷ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. അതിനകത്ത് സോസാണെങ്കിലും ക്രഷാണെങ്കിലും ഒക്കെ നമ്മൾ പ്രളയിനൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു കാര്യം, ഇതിപ്പോൾ എല്ലാ ബട്ടർ സ്കോച്ചിലും ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാനതിനകത്ത് ഒരു സ്പെഷ്യലായിട്ട് നമ്മളുടെ റൈസ് ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രളയിൻ്റെ കൂടെ തന്നെ റൈസ് ബോളും ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു ലെയറിലും റൈസ് ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അപാരം തന്നെയാണ്. ആ ഒരു കടിക്കാൻ കിട്ടുന്നതും അതിൻ്റെ ഒപ്പം തന്നെ പ്രളയിൻ്റെ ഒപ്പം തന്നെ കടിക്കാൻ കിട്ടുന്നതും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇതൊരു ഒറ്റ ലെയർ വരുന്നത് കൊണ്ട് നമ്മൾ റിച്ചായിട്ട് തന്നെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. സോസാണെങ്കിലും ക്രഷാണെങ്കിലും പ്രളയൻ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. കാരണം വേറൊരു ലെയർ ബട്ടർ സ്കോച്ചിൻ്റെ വരുന്നില്ല. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കേക്കുമാണ്. നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്കറിയാൻ പറ്റും. നല്ലൊരു ഫീലാണ്. രണ്ടും കൂടി മിക്സായിട്ട് വരുമ്പോൾ ചോക്ലേറ്റും ബട്ടർ സ്കോച്ചും കൂടി വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതേപോലെ റൈസ് ബോളും നമ്മളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി നമ്മൾ സോസും അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്യാരമൽ സോസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ ലെയർ വരുന്നത് കൊണ്ട് തന്നെ നല്ല റിച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ലെയർ വരുന്നത് ചോക്ലേറ്റിൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് റൈസ് ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ റൈസ് ബോൾ നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ചും കൂടി റിച്ചായിക്കോട്ടെ എന്ന് കരുതി നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മാത്രം നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ലെയറിൽ. ബാക്കി നോർമൽ നമ്മൾ ചെയ്ത ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ക്രീം തന്നെയാണ് ചെയ്തെടുത്ത് കൊടുത്തത്. പിന്നെ നന്നായിട്ട് ഗനാഷ് അതിനകത്തേക്ക് ഒരുപാട് ലൂസാക്കി എടുക്കാതെ ഗനാഷ് ഉണ്ടാക്കിയിട്ട് നല്ല തിക്കായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെയറും നല്ല ഹെവി ആയിട്ട് നമുക്ക് കൊടുക്കാം. കാരണം അതിനകത്ത് വേറൊന്നും അതിനകത്ത് വരുന്നില്ല. കുറച്ച് ചോക്കോ ചിപ്സും പിന്നെ ചോക്ലേറ്റ് ഒക്കെ തന്നെ അതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ അതേപോലെ റൈസ് ബോൾസ്, അത് ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. രണ്ട് കേക്കുകളും നല്ല അടിപൊളി കേക്കുകളാണ്. അതൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്കുകൾ തന്നെയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് വാങ്ങി കഴിക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും. കാരണം ആ ഒരു ക്യാരമൽ ടോഫിയുടെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഞാനും വിചാരിച്ചിരുന്നത് ആ ഒരു ടോഫി ടേസ്റ്റ് ആയിരിക്കുമല്ലോ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ്. അല്ല, ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം ക്യാരമലും ആ ടോഫിയും കൂടി മിക്സായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഒരു അത് ടേസ്റ്റ് അറിഞ്ഞ് തന്നെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിൻ്റെ ആ ഒരു ഫില്ലിങ് മൊത്തം അതിനകത്ത് അത് വരുമ്പോൾ സോസ് നമ്മൾ സോക്ക് ചെയ്യുന്നതാണെങ്കിലും അതേപോലെ തന്നെ ഫില്ലിങ്സും ക്രീമിലൊക്കെ ആ ഒരു ക്രീം കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആ ടോഫിയുടെ. എനിക്ക് ചോക്കോ ബട്ടർ സ്കോച്ചിനേലും കൂടുതലും ഇഷ്ടമായത് ക്യാരമൽ ടോഫിയായിരുന്നു. കാരണം ഇതിനു മുൻപ് ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുത്തപ്പം കസ്റ്റമറാണെങ്കിലും ആ ഒരു പ്രത്യേക ഒരു വെറൈറ്റി, കഴിക്കാത്തൊരു ടേസ്റ്റാണ് എന്ന് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തു കസ്റ്റമർ. നമ്മളെപ്പോഴും വെറൈറ്റി പരീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, എങ്ങാനും പാളിപ്പോയാലോ എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ഇത് നമുക്ക് ധൈര്യപൂർവ്വം പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്.
വാങ്ങിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്ന അല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും വാങ്ങിക്കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണ്. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ലെവലാക്കി എടുത്തിട്ട് അതിൻ്റെ ഫൈനൽ ക്രം കോട്ട് കൊടുക്കുകയാണ്. അതിനകത്ത് കുറച്ച് ചോക്കോ ചിപ്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ലെയർ നമ്മൾ ഫില്ല് ചെയ്തെടുത്തത്. അത് നല്ല രീതിയിൽ ക്രം കോട്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ ആ ഒരു ക്രം കോട്ട് ചെയ്യാൻ കുറച്ച് ഞാനൊരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തു. അത് വേണമെന്നില്ല, കാരണം നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് കൊടുക്കുന്നാൽ മധുരം കൂടിപ്പോയാലോ. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് ഞാൻ ഒഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ ആ ഒരു ക്രം കോട്ടിൽ നമുക്കങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണമെന്നില്ല അതിൻ്റെ അകത്ത്. നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും അതിൻ്റെ ഫില്ലിങ്സായിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണെങ്കിലും ക്യാരമൽ, അപ്പോൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. നല്ല റിച്ചായിട്ട് നമ്മൾ കസ്റ്റമറിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ ഫില്ലിങ്സൊക്കെ കൊടുക്കുക. നമുക്കിഷ്ടമുള്ള ഫില്ലിങ്സൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ക്യാഷ്യൂനട്ട് മാത്രമാണ് നമ്മൾ പ്രളയിനെടുത്തത്. അതിനകത്ത് വേണമെങ്കിൽ ബദാമോ എന്തെങ്കിലും ഇട്ട് അങ്ങനെയും ചെയ്യാം. പീനട്ട്, ബദാം ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കങ്ങനെ വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന പൈസ അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ അത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അടുത്ത് നമ്മുടെ അടിപൊളി ക്യാരമൽ ടോഫി കേക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിറപ്പ് ഉണ്ടാക്കുന്നത് ഇതേപോലെ പാലിലേക്ക് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം അതിലേക്കാണ് നമ്മളുടെ ക്യാരമൽ ആ ഒരു സിറപ്പ്, അതായത് ടോഫിയും നമ്മളുടെ നമ്മൾ മിഠായി നമ്മൾ അതിനകത്തേക്ക് മിക്സ് ചെയ്തതും ക്യാരമലും കൂടി മിക്സ് ചെയ്ത ആ ഒരു മിക്സ് നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സിറപ്പ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കേക്കിൽ സോക്ക് ചെയ്യാനുള്ള സിറപ്പ് ആണിത്. അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാൻ. അതിൻ്റെ സിറപ്പായിട്ടും ആ ഒരു ക്യാരമൽ സോസ് കഴിക്കാൻ നല്ല ഒരു ടോഫിയുടെ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഒരു ചോക്ലേറ്റ് മിഠായി കഴിക്കുന്ന ആ ഒരു ഫീലല്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ ബാക്കി കുറച്ചുള്ളത് ക്രീമിൽ മിക്സ് ചെയ്യണം. ബാക്കി നമ്മൾ ലെയറിൽ കൊടുക്കാൻ നല്ലത്. ഇതിനകത്ത് വേറെ ഒന്ന് നമ്മൾ അങ്ങനത്തെ നട്ട്സും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. മൊത്തത്തിൽ ഇതിനകത്ത് വരുന്നത് ആ ഒരു ക്യാരമൽ ടോഫിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, അത് മുന്നിട്ട് അത് വേണം മുന്നിട്ട് നിൽക്കാനായിട്ട്. ടോഫി ക്യാരമൽ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫില്ലിങ്സ് മൊത്തം നമ്മൾ ക്യാരമലും ടോഫിയുടെ. ഇപ്പോൾ ഞാനിത് അതിന് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ക്യാരമൽ ടോഫി ആ ഒരു മിക്സിയിലേക്ക് വീണ്ടും ഞാൻ കുറച്ചും കൂടി എക്ലെയർ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്തത് ആ ഒരു ടോഫിയാണ് നമ്മൾ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്തത്. അത് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട്, കാരണം ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വേറൊരു നട്ട്സൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കണം നമുക്ക് അതിൻ്റെ ഒരു ഫില്ലിങ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ലാവിഷായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ സിറപ്പ് നല്ല സൂപ്പർ അടിപൊളി ക്യാരമൽ സിറപ്പ് നമ്മൾ അതിനകത്തേക്ക് എല്ലാത്തിനും സോക്ക് ചെയ്യുക നല്ല രീതിയിൽ. എന്നിട്ട് ക്യാരമൽ ടോഫിയുടെ ആ ഒരു സിറപ്പ് മിക്സ് ചെയ്ത ക്രീമാണ് നമ്മൾ ലെയറിലും ക്രം കോട്ട് ചെയ്യാനൊക്കെ എടുക്കുന്നത്. ഫൈനൽ കോട്ട് നമ്മൾ നോർമൽ വൈറ്റ് ക്രീമിലാണ് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ മുകളിൽ ടോഫിയുടെ ആ ഒരു ഗനാഷ് വരുന്നുണ്ട്. ഗനാഷ് മീൻസ് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗനാഷാണ് എന്ന് വെച്ച് ഒരുപാട് ലൂസാവരുത്, പെട്ടെന്ന് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ അത്യാവശ്യം തിക്കായിട്ട് എടുത്തതിൻ്റെ ആ ഒരു മിസ്റ്റേക്കും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു ടോഫി ഒരുപാട് അങ്ങോട്ട് തിക്കായി പോയെന്നാൽ നമുക്കത് ഗനാഷ് ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിത് കാണിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ലെയറിലാവുമ്പോൾ കുറച്ച് തിക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ആ ക്രീമിൽ. പക്ഷേ ഗനാഷ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ ഒഴുകി വരുമ്പോൾ ഒഴുകി പോവാതെ ഇരിക്കുകയും വേണം, ഒഴുകി വരുകയും ചെയ്യണം. അപ്പോൾ എങ്കിൽ ഒഴുകി നന്നായിട്ട് വന്നാലേ ആ ഒരു ഫിനിഷിങ് മുകളിൽ കിട്ടുള്ളൂ. നമ്മൾ രണ്ടാമത് ചേർക്കുന്നത്, ആദ്യം നമ്മൾ ക്യാരമൽ ടോഫിയുടെ ആ ഒരു സിറപ്പ് ഒഴിച്ചു,
സിറപ്പിട്ടു. പിന്നെ അതിന് ശേഷം സിറപ്പല്ല, മിക്സാണ്. അതിന് ശേഷം പിന്നെ നമ്മൾ ഇടുന്നത് ആ ഒരു ടോഫിയുടെ ആ ഒരു ഡബിൾ ബോയിൽ ചെയ്ത ആ ടോഫിയുടെ മിക്സാണ്. അതാണ് ഇപ്പോൾ നമുക്കത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അത് മാത്രമായിട്ട്. അപ്പോൾ നമുക്ക് സാധാരണ നോർമലി വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യമേ ഉള്ളൂ അതിനകത്ത്. ആ ഒരു ടേസ്റ്റിൽ തന്നെ, അതിൽ കൂടുതൽ ടേസ്റ്റ് ആണെങ്കിലേ ഉള്ളൂ. സാധാരണ നമ്മുടെ നോർമൽ എക്ലെയർ വാങ്ങിയിട്ട് നമുക്കിതുപോലെ ഡബിൾ ബോയിൽ ചെയ്താൽ മതി. ഇപ്പോൾ എക്ലെയർ കിട്ടാത്തടത്താണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതുപോലെ തന്നെ കുക്കറിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് 2 ലെയറും ഇതേപോലെ നന്നായിട്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ക്രം കോട്ട് ചെയ്യുന്നത്. പിന്നെ അത് ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മളുടെ ചോക്കോ ബട്ടർ സ്കോച്ചിൻ്റെ ഫൈനൽ കോട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഫിനിഷിങ്ങിൽ കൊടുക്കുക. എന്നിട്ട് സൈഡിലൊരു സ്ക്രാപ്പറിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ സ്ക്രാപ്പർ കൊണ്ടുള്ള ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു ഫിനിഷിങ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം, നല്ലൊരു ഭംഗിയും കിട്ടും, നല്ല ഫിനിഷിങ്ങും ആയിരിക്കും സ്ക്രാപ്പർ കൊണ്ട് ചെയ്തെന്നാൽ. ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗനാഷ് വരുവാണ്. ബട്ടർ സ്കോച്ചിൻ്റെ ആണെങ്കിലും പിന്നെ ചോക്ലേറ്റിൻ്റെയും ഗനാഷാണ്, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഗനാഷാണ് വരണത്. പിന്നെ നമ്മളുടെ ക്യാരമലിൻ്റെ ആ ഒരു കേക്കും ഇതേപോലെ ഫൈനൽ കോട്ട് കൊടുക്കണം. സാധാരണ വൈറ്റ് ക്രീമിലാണ് കൊടുക്കുന്നത്, കാരണം ഇതിൻ്റെ മുകളിൽ ക്യാരമലിൻ്റെ ആ ഒരു ഗനാഷ് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിൾ ഡിസൈനായിട്ട് സിമ്പിൾ ഫിനിഷിങ്ങിൽ നമ്മൾ കൊടുത്താൽ മാത്രം മതി. അതല്ല മറ്റേ ക്യാരമലിൻ്റെ ആ ഒരു ക്രീമാകുമ്പോൾ ഒരുപാട് മധുരം മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് സാധാരണ ഒരു നോർമൽ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മധുരം ആണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് മധുരം മുന്നിട്ട് നിൽക്കുന്നില്ല. അതേപോലെ തന്നെ ഈ സോസിൻ്റെയും ആ ഒരു ക്യാരമലിൻ്റെ ആ ഒരു ടോഫിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അത് രണ്ടും കൂടി മിക്സായിട്ട് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതിനകത്തും ഇതേപോലെ സ്ക്രാപ്പർ കൊണ്ടിട്ട് ആ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു ഡെക്കറേഷനാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫില്ലിങ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. കസ്റ്റമർക്ക് ഒരിക്കലും കസ്റ്റമർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല. കേക്ക് അത്ര ടേസ്റ്റായിട്ട് കസ്റ്റമർ എത്ര ഇഷ്ടപ്പെടാത്തവർക്ക് പോലും, ഇപ്പോൾ നമുക്ക് അധികം അറിയില്ല, കേക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തെന്നാൽ കസ്റ്റമർക്ക് ഈ നല്ല കോൺഫിഡൻറ്റോടു കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. ആ കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം ഈ ഒരു ഫില്ലിങ്സ് അത്ര ടേസ്റ്റായിട്ടുള്ള ഒരു ഫില്ലിങ്സാണ്. ക്യാരമൽ ടോഫിയുടെ ആണെങ്കിലും ചോക്കോ ബട്ടർ സ്കോച്ചിൻ്റെ ആണെങ്കിലും ഇതേപോലെ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുത്തെന്നാൽ നമുക്കെപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി കേക്കുകൾ പരീക്ഷിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിക്കാനെന്നല്ല, ഞാൻ ഗ്യാരണ്ടി നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞെന്നാൽ ഇതേപോലെ ഞാനിത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, ഇതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പാലറ്റ് നൈഫ് തൊട്ടതും അതിനകത്തേക്ക് എടുത്ത് പോരുകയാണ് ചെയ്തത്. കാരണം ഒന്ന് തിക്കായി. പിന്നെ ഞാൻ രണ്ടാമത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ നിന്നും ഡിപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒന്ന് ലൂസായി കിട്ടിക്കോളും. എന്നിട്ട് പിന്നെ രണ്ടാമത് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ അത്യാവശ്യം ഇത്തിരി ലൂസായി. അപ്പോൾ നമുക്കിതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാനത് പാലറ്റ് നൈഫിൻ്റെ ഒരറ്റം കൊണ്ടിട്ട് ആ ഒരു ഡിസൈൻ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തു. കാരണം നമ്മളൊന്ന് എടുത്ത് കാണുമ്പോൾ നമുക്ക് ലൂസായിട്ട് തോന്നും, പക്ഷേ ഒഴിച്ച് കഴിയുമ്പോൾ ആ പാലറ്റ് നൈഫിൽ നമ്മൾ ക്രീമും സിറപ്പ് മിക്സും കൂടി ഒന്നിച്ച് പോരും. അപ്പോഴേക്കും
നമുക്കിതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നമ്മളുടെ കേക്ക് നന്നായിട്ട് ഫ്രീസാവണം. ഫ്രീസായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒഴുകിപ്പോകാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് ലൂസാവാനും പാടില്ല. ഇതുപോലെ തന്നെ ക്യാരമൽ സോസൊക്കെ നമ്മൾ ഒഴിച്ചാൽ പെട്ടെന്ന് ഒഴുകിപ്പോകുന്നുള്ളൊരു ഇതുണ്ട്. അതെനിക്കും പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്നത് നന്നായിട്ട് തിക്കായിട്ട് എടുക്കുക എന്നാണ്. അപ്പോൾ തിക്കായിട്ട് എടുക്കുമ്പോഴേക്കും നല്ല ഹാർഡായിട്ട് നമുക്ക് പിന്നെ അത് ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ചെയ്തെടുക്കുന്ന ആ ഒരു ക്യാരമൽ സോസ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഒഴിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ചോക്കോ ബട്ടർ സ്കോച്ചിൻ്റെ ആ നടുക്കായിട്ട് നമ്മൾ ഈ ഒരു ഗനാഷാണ് സിറപ്പാണ് ഒഴിക്കുന്നത്. അതായത് ക്യാരമൽ സോസും ക്രഷും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സാണ് നമ്മൾ അതിൻ്റെ നടുക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ചുറ്റുമാണ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നത്. അപ്പോൾ അതിൽ ഇത് ഒരു സിറപ്പ് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് റൗണ്ടിലൊരു നോസിൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് അതിൻ്റെ നടുക്കാണ് നമ്മളിതിൻ്റെ സിറപ്പ് ഒഴിക്കുന്നത്. കാരണം സിറപ്പ് ക്യാരമൽ സിറപ്പ് എന്ത് വന്നാലും നമ്മൾ ഒഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഒരു പോലെ ഇങ്ങനെ തടഞ്ഞ് നിർത്താവുന്ന രീതിയിൽ ഒരു നോസിൽ വർക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവില്ല. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ അതിന് ചുറ്റുമായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് അത്യാവശ്യം തിക്കായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അത് ഒഴുകുക. കാരണം ഡ്രിപ്പായിട്ട് കൊടുക്കുന്നതാണ്, അപ്പോൾ ഒഴുകിപ്പോയി അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്കായിട്ട് ചോക്ലേറ്റ് ഗനാഷ് എടുക്കുക. ഇതിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഡിപ്പാക്കിയെന്നാൽ നല്ല ലൂസായിട്ട് കിട്ടും. ഒരുപാട് ലൂസാക്കി നമ്മൾ ഗനാഷ് ഉണ്ടാക്കിയെന്നാൽ ഒഴുകിപ്പോകും, ആ ഒരു ഡ്രിപ്പിൽ നിൽക്കില്ല. ഇത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ സ്പഞ്ച് ഞാനിപ്പോൾ വാനില സ്പഞ്ചാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ ചെയ്തെന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വാനില സ്പഞ്ച് എടുത്തിട്ട് ഇതുപോലെയുള്ള ഫില്ലിങ്സ് കൊടുത്തെന്നാൽ ഈ ഒരു ഫില്ലിങ്സിലാണ് നമ്മളുടെ ഒരു കേക്കിൻ്റെ ഏറ്റവും ടേസ്റ്റ് വരുന്നത്. അതിൻ്റെ ഫില്ലിങ്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സാധനങ്ങളിലാണ് നമ്മളുടെ കേക്കിൻ്റെ ഒരു ഏറ്റവും ടേസ്റ്റ് വരുന്നത്. അങ്ങനെയാണ്. പിന്നെ ഉള്ളത് നമ്മൾക്ക് നോക്കേണ്ടത് അതിൻ്റെ ഡെക്കറേഷനാണ്. ഫസ്റ്റ് എപ്പോഴും നമ്മൾ ഡെക്കറേഷനാണ് നോക്കുന്നത്, കാരണം ആദ്യം കാണുന്ന അതാണ്. പിന്നെ ടേസ്റ്റ് വൈസാണ്, അത് കഴിക്കുമ്പോഴാണ് അതറിയുന്നത്. ഒരാൾ നോക്കുന്നത് ഫസ്റ്റ് ഡെക്കറേഷനാണ്. അപ്പോൾ നമ്മൾ ഡെക്കറേഷനും അതിൻ്റെ ടേസ്റ്റും എല്ലാം നമ്മൾ അതേപോലെ ഒരേപോലെ നല്ല ടേസ്റ്റിലും ഭംഗിയിലും കൊടുത്തെന്നാൽ കസ്റ്റമർക്ക് എന്തായാലും ഒരു എത്ര ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പോലും നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തെന്നാൽ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. കാരണം അത്ര ടേസ്റ്റായിരിക്കും. ആ ഡ്രിപ്പ് കൊടുത്തത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒഴുകി വന്നാൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല. അതിന് താഴെ കുറച്ച് പ്രളയൻ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ലൈൻസായിട്ട് അതിൻ്റെ പ്രളയനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ ക്യാരമൽ ടോഫിയുടെ അത് ജസ്റ്റ് ഇതുപോലെ നോസിൽ വർക്ക് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ചോക്ലേറ്റ് ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കേക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രയോജനകരമായിട്ട് രീതിയിൽ നല്ല ഡീറ്റെയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റായിരിക്കും, ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. രണ്ട് കേക്ക് നിങ്ങൾക്ക് ഒരുപോലെ തന്നെ പ്രയോജനകരമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എത്ര അറിയാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെന്നാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അതേപോലെ നല്ല ടേസ്റ്റായിട്ടും നല്ല ഭംഗിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.